ഹലോ ഗായ്സ്, എനിക്ക് വരുന്ന കെമിസ്ട്രി എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാനായിട്ട് പോവുകയാണേ. കെമിസ്ട്രീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, കാരണം രണ്ടും മിക്സ്ഡ് ആയിട്ടാണല്ലോ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ തിയറിയും പഠിക്കാൻ നമ്മൾ വർക്കൗട്ട് ചെയ്തും പഠിക്കും. ഞാൻ ആദ്യമേ പറയുക, എനിക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്നത് പഠിക്കുന്നത് അതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീട്ടിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് തന്നെ ഞാൻ കെമിസ്ട്രീൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്, സ്ഥലത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഞാൻ തിയറി ആയിട്ട് പഠിക്കുന്നത്. തിയറി ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം തന്നെ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ടൈമർ വെച്ചിട്ടാണ് പഠിക്കാറുള്ളത്. ടൈമർ വെക്കാൻ ഞാൻ യൂസ് ചെയ്യാറുള്ള ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഒരു ആപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 25 മിനിറ്റ്സ് ടൈം വെക്കാം, നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 25 മിനിറ്റ്സ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ ഒരു ട്രീം സെലക്ട് ചെയ്ത ഓപ്ഷൻ വരും. അപ്പോൾ ഒരു ട്രീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ 25 മിനിറ്റ്സ് നമ്മൾ ടൈമർ വെച്ചിട്ട് നമ്മൾ പഠിക്കുകയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും, നമ്മുടെ ആ ട്രീ നമ്മുടെ ഗ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഫോറസ്റ്റിലോട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചായിരിക്കും ആ ട്രീ വളർന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചാപ്റ്ററിൽ ഒരുപാടുള്ള തിയറീസാണ്, പിന്നെ വർക്കൗട്ട് ചെയ്യാനൊന്നും അധികമില്ല, പിന്നെ കുറച്ച് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് എഴുതി നോക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ജസ്റ്റ് വായിച്ച് നോക്കുന്നുള്ളൂ കേട്ടോ. ഈ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം സ്കൂളിൽ ചോദ്യം ചോദിക്കുന്ന ടൈമിൽ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് വായിച്ച് നോക്കുന്നത്. അല്ലാതെ കുറച്ചും കൂടി ടൈം എടുക്കുമായിരുന്നു പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ. ചില ചാപ്റ്റേഴ്സ് പഠിക്കാൻ വെച്ചാൽ അത്യാവശ്യം ടൈം എടുക്കാറുണ്ട്, കാരണം ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാത്ത ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ആദ്യം കേട്ട് ഭയങ്കര ടഫായി തോന്നി ക്ലാസ്സിന് ഫസ്റ്റ് കേട്ട ടൈമിൽ. പിന്നെ ഞാൻ ഒന്നുകൂടി ക്ലാസ് ജസ്റ്റ് എടുത്ത ടൈമിലൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കി, പിന്നെ ചോദ്യം ചോദിക്കുന്ന ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥലത്തിൻ്റെ ക്ലാസ്സൊക്കെ കേട്ടു, പിന്നെ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ടൈമിൽ എനിക്ക് സിമ്പിളായി തോന്നിയിട്ടോ. പഠിച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സിമ്പിളായി തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടഫ് ചാപ്റ്റർ എന്ന് തോന്നി, പിന്നെ ഭയങ്കര സിമ്പിളായി തോന്നി കേട്ടോ. 3-4 ദിവസം എക്സാം ലീവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ ഫ്രീ ആയിട്ടിരുന്നുണ്ട്, കാരണം കുറേ എക്സാം കഴിഞ്ഞല്ലേ. അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കുറേ പഠിക്കാനൊന്നുമില്ല, കാരണം അധികം നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കുന്നതാണ്, കാരണം ടീച്ചർ ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദി എക്സാം കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാൻ അധികം പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മുതലാണ് അടുത്ത ഡേ സെക്കൻഡ് ഡേ മുതലായിട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഹിന്ദിക്ക് ആകെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ SS ആയിരുന്നു, അപ്പോൾ അത്യാവശ്യം SS പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ എക്സാമിന് 2 ദിവസം മുന്നെയാണ് കേട്ടോ. പിന്നെ എക്സാമിന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നോക്കണം, കാരണം ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വരുമല്ലോ. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ലാസ്റ്റിലോട്ട് എടുത്ത നമ്മുടെ ചാപ്റ്റേഴ്സാണ്. ഞാൻ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ ആദ്യത്തെ ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു, പിന്നെ അങ്ങനെ ബാക്കോട്ട് പോകാട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ചില ചാപ്റ്റേഴ്സ് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ചാപ്റ്റേഴ്സ് പിന്നെ പഠിക്കാൻ എനിക്ക് തോന്നിയാൽ അങ്ങനെ ഞാൻ ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ പഠിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.